ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് സ്റ്റീക്കിൻ്റെ റെസിപ്പി ആയാലോ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ എത്രത്തോളം നന്നാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ സ്റ്റീക്കിനുള്ളതാന്ന് പറയുമ്പോൾ തന്നെ കടയത്തെ ആൾ നല്ല കനം കുറച്ചിട്ട് പരന്ന കഷ്ണമായിട്ട് വെട്ടി തരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4-5 കഷ്ണമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ബീഫിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മൾ കുരുമുളക്, ഉപ്പ് ഇത്രമാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇത്രമാത്രം ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, ഈ കുരുമുളക് മാത്രമല്ലേ ഇതിനൊരു ഫ്ലേവർ ഉള്ളൂ. പക്ഷേ ഈ ബട്ടറും കൂടി വരുമ്പോഴാട്ടോ അതിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ്. കാരണം നിങ്ങളിത് എന്തായാലും ബട്ടറിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉണ്ടാക്കാൻ നോക്കണേ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ എടുത്തു. എന്നിട്ട് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്ത ശേഷം ഞാൻ 5-6 കഷ്ണം ബീഫാണ് കേട്ടോ. അതിൽ 2 ഭാഗത്തും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം, കൈ കൊണ്ട് വെച്ച് തടവി കൊടുക്കണം. എന്നിട്ട് ഒരു പാനിൽ ഞാനൊരു 3-4 കഷ്ണം ഇട്ടിട്ടുണ്ട്, വേറെ പാനിൽ 2 കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേവാനായ ഈ ഒരു ടൈമിൽ, ലാസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ച് ഗാർലിക്കും, ഇത് നമ്മുടെ റോസ്മേരി ഇലയില്ലേ, റോസ്മേരിയുടെ ഇല, ഇത് കിട്ടാൻ ഞാൻ ഇന്ന് മുക്കത്ത് പോവാത്ത കടകളില്ല കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മുടെ ഈ കടയില്ലേ, ഇത് വിൽക്കുന്ന കടകൾ, തൈകളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് ലാസ്റ്റ് ഞാൻ മിഥുനേട്ടനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിച്ച് അവിടുന്ന് കൊണ്ടുവന്നാ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു കഷ്ണം ഇടും. അത് നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന്. പക്ഷെ കുറച്ച് കഴിഞ്ഞത് എടുത്ത് മാറ്റി കൊടുക്കണം, കാരണം ഇത് ഭയങ്കര ഫ്ലേവർ അതിലേക്ക് പിടിക്കും. അത് ആ സാധനം കിട്ടിയിട്ട് ഞാൻ അത് ഉണ്ടാക്കുകയുള്ളൂ എന്നൊരു വാശിയിൽ. എന്നിട്ട് ഞാൻ 2 ദിവസമായി ബീഫ് വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കാണ്ട് വെച്ചത്. പിന്നെ നമുക്കൊരു മഷ്റൂം സോസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബട്ടർ ഇട്ട ശേഷം മഷ്റൂം അതിലിട്ടിട്ട് അതിൽ വെള്ളം ഇറങ്ങി വരുന്നതിൻ്റെ സമയം നമ്മൾ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ലേശം ഇട്ടാൽ മതി. എന്നിട്ട് മൈദയിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അത് വേഗം കുറുക്കി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബീഫിലിട്ടിട്ടുള്ള ആ വെളുത്തുള്ളില്ല അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് തട്ടി കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പാല് പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 4-5 പൊട്ടാറ്റോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ പൊട്ടാറ്റോ നല്ലോണം സ്മാഷ് ചെയ്യണം കേട്ടോ. എത്രത്തോളം സ്മാഷ് ചെയ്യണം അത്രത്തോളം സ്മാഷ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും പാലും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സോസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊട്ടാറ്റോ, ഒന്ന് മഷ്റൂം സോസ്. എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് മഷ്റൂം സോസാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ജപ്പാൻ ചിക്കൻ ഇട്ടിരുന്നു കേട്ടോ, അതേ ടേസ്റ്റാണ് കേട്ടോ. ഇത് മഷ്റൂമാണ്, അത് ചിക്കനാണ്. എന്തായാലും പൊളി ഐറ്റാണ്. എൻ്റെ ഇത് കുറച്ചൊരു കട്ടിയായോ പോയ ഡൗട്ട് ഉണ്ട് കേട്ടോ, കാരണം ഞാനത് കുറച്ച് തോനെ നേരം വേവിച്ചിട്ടുണ്ട്. ബീഫല്ലേ, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നില്ല. ഇവർ പറയുന്നത് ഒരു സൈഡ് 6 മിനിറ്റ് വേവിച്ചാൽ മതി എന്നാ. എന്തായാലും കിടു അതിന് ട്രൈ ചെയ്യണം.